പ്രിയമുള്ളവരെ, നമസ്കാരം. കേരള സ്റ്റോറി എന്ന സിനിമ വളരെ വിവാദമായതാണ്. ആ സിനിമ വളരെ അസംബന്ധമാണെന്നും കേരളം എന്ന സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താനും കരുതേച്ച് കാണിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്നും അതൊരു പ്രൊപ്പഗൻഡ സിനിമയാണെന്നും അതിനെ അസംബന്ധ സിനിമയെന്ന് നമുക്ക് പറയാൻ കഴിയൂ. ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത്, ദേശീയ അവാർഡ് കൊടുത്തത് അനാവശ്യമാണ്, അസംബന്ധമാണ് എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ് നാവെടുത്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഒരു ലവ് ജിഹാദ് പോലുള്ള വിവാഹം നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാരനെതിരായിട്ട് കേസെടുത്തിരിക്കുന്നു പോലീസ് കോതമംഗലത്ത് എന്നാണ്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ദയവായി നിങ്ങൾ തുടരുക. ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ലവ് ജിഹാദ് ഇല്ല എന്നാണ് കേരള പോലീസും 2012 മറ്റാണെന്ന് കേരള പോലീസ് അത്തരത്തിലൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശമല്ല, പോലീസ് അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ലവ് ജിഹാദ് കേരളത്തിലില്ല. അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നത് പാർലമെന്റും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്നില്ല. സുപ്രീം കോടതിയും പറഞ്ഞു ലവ് ജിഹാദ് എന്നത് അങ്ങനെയൊന്നില്ല. അപ്പോൾ ഞാനും പറയുന്നു ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല, പക്ഷേ കൺവർഷൻ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഇപ്പോൾ കേരളത്തിൽ കോതമംഗലത്ത് നടന്നത് അത്തരത്തിലൊരു സംഭവമാണ്. അത് ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. സോന എൽദോസ് എന്ന് പറയുന്ന 23-കാരിയാണ്. TTCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ നല്ല മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ TTCക്ക് പഠിക്കുമായിരുന്നു. ഒരുപക്ഷെ TTC പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് മാറേണ്ട കുട്ടിയാണ്. ആ കുട്ടിയാണ് ഈ പ്രണയത്തിൽ ചെന്നുപെട്ടിട്ട് റമീസ് എന്ന ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിൽപ്പെട്ടിട്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആ കുട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, എന്നെ മതം പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് റമീസിന്റെ ബന്ധുക്കളും നിർബന്ധപൂർവം ശ്രമിച്ചു. എന്നെ അവരുടെ വീട്ടിൽ പൂട്ടിയിട്ടു, അവിടെ ഇട്ട് എന്നെ മർദ്ദിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ പ്രകോപനപരമായിട്ട് തന്നെ എന്നെ വളരെ ഗുരുതരമായിട്ട് എന്നെ മർദ്ദിക്കുകയും എന്നെ വളഞ്ഞിട്ട് തന്നെ അവർ മതപരിവർത്തനം നടത്തണമെന്ന് എല്ലാവരും കൂടി ഈ റമീസിന്റെ ബന്ധുക്കളെല്ലാം കൂടി വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇനി നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഇനി നിന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടി നിന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പുറത്ത് കാർ വരെ റെഡി ആയിട്ടുണ്ട്. പൊന്നാനിയിൽ 2 മാസം താമസിക്കണം. അങ്ങനെ പൊന്നാനിയിലേക്ക് പോകും എന്ന് സമ്മതിച്ചാൽ മാത്രമേ നിന്നെ ഈ മുറിയിൽ നിന്നും പുറത്തു വിടൂ, അല്ലെങ്കിൽ ഇവിടെ പൂട്ടിയിടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ അവർ ആത്മഹത്യാക്കുറിപ്പിൽ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിന്റെ പോലീസിലോ അല്ലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ആളുകൾക്കോ ഈ മതവുമായി ബന്ധപ്പെട്ട മറ്റ് പുരോഹിതന്മാർക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ ലവ് ജിഹാദ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഈ ചാനലിൽ വന്നിരുന്ന് ചില ഈ മതത്തിന്റെ പ്രതിനിധികളായിട്ട് സംഘടനാ നേതാക്കളായിട്ട് വന്നിട്ട് പറഞ്ഞ ചില പ്രമുഖരായ വ്യക്തികൾ പറയുന്നത് ആ ചെറുക്കൻ യൂസ്ലെസ് ആണ്, ഈ റമീസ് എന്ന ചെറുക്കൻ യൂസ്ലെസ് ആണ്, അവൻ മഹാവൃത്തിയിട്ടവനാണ്, അതുകൊണ്ട് അവൻ ഇത് ചെയ്തത് കൊണ്ട് ഇതൊരു സംഘടിതമായ പ്രവർത്തനമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. എന്നിട്ട് അവർ പറയുന്നു ആ ചെറുക്കനെ പിടിച്ച് ജയിലിലടക്കണം, അവന് ശിക്ഷ കൊടുക്കണമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ പറയുന്നവർ തന്നെ ഇത് കൂട്ടമായ ഒരു ശ്രമം നടന്നു, സംഘടിതമായ ഒരു ശ്രമം നടന്നു. വീട്ടിൽ ബന്ധുക്കളും ഈ റമീസിന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും അവരുടെ പള്ളിയിലുള്ള ചില ബന്ധുക്കളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ അതൊരു ആൾക്കൂട്ട വിചാരണ തന്നെ നടത്തി മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എന്നാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ റമീസ് എന്ന ചെറുപ്പക്കാരനെതിരായിട്ടാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഇപ്പോൾ കേരള പോലീസ്, പിണറായി വിജയന്റെ പോലീസ് എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല എടുക്കേണ്ടത്.
ഓർക്കേണ്ടത്, ഈ ചെറുപ്പക്കാരനെതിരായിട്ട് പിന്നെ കൊലപാതകത്തിന് തന്നെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കേസെടുക്കുമ്പോൾ തന്നെ ആൾക്കൂട്ട വിചാരണ നടത്തി വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും മതപരിവർത്തനം നടത്തണം, മതത്തിലോട്ട് പോകണം, പൊന്നാനിയിലോട്ട് പോകണമെന്ന് പറഞ്ഞ ആ ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ റമീസിന്റെ പിന്നെ ബന്ധുക്കൾ, ഉമ്മയും വാപ്പയും അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറെ ബന്ധുക്കളും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ മുഴുവൻ കണ്ടെത്തുകയും അവർക്ക് എല്ലാവർക്കുമെതിരെ പിന്നെ ഈ ക്രിമിനൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അത് പറയുന്നവർ മുഴുവനും വർഗീയവാദികളും പിന്നെ ചാണകത്തിൽ മുങ്ങിയവരുമാണ് എന്നുള്ള പ്രയോഗമാണ് പൊതുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനൊന്ന് പറയട്ടെ, കേരളത്തിലെ പിന്നെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതയ്ക്കും ഇതിനോട് താല്പര്യമില്ല. ഇങ്ങനെ നിർബന്ധിച്ച് പ്രേമിച്ച് അതിൽ വീഴ്ത്തിയതിനു ശേഷം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണം എന്ന ആ രീതിയോട് ഒരു യോജിപ്പുമില്ല. വളരെ കുറച്ചു പേര് മാത്രമാണ് അങ്ങനെ വിശ്വസിക്കുകയും അത് നടപ്പിലാക്കണമെന്ന് പിന്നെ ഇസ്ലാമിക സ്റ്റേറ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഒരു കാലത്ത് ആലപ്പുഴയിൽ കുന്തിരിക്കം കരുതി വെച്ചോളൂ, അവലും മലരും കരുതി വെച്ചോളൂ എന്നുള്ള മുദ്രാവാക്യം വന്നത്. അത് നമുക്ക് മറക്കാൻ പാടില്ല. അപ്പൊ അവര് ഇവിടെ ശക്തമാണ്. മാത്രമല്ല ഹാദിയ കേസ് നമുക്ക് ഓർമ്മയുണ്ട്. ഹാദിയ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല, എങ്ങനെ ജീവിക്കുന്നു പോലും അറിയില്ല. ഹാദിയ ഇപ്പോൾ അങ്ങനെയല്ല ജീവിക്കുന്നത്, പോട്ടെ. എന്നാൽ ആ ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദമായതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകൾ, തീരുമാനങ്ങൾ കേരള ഹൈക്കോടതി എടുത്തപ്പോൾ പിന്നെ ആ ഹൈക്കോടതിയുടെ മുന്നിൽ വാഹനത്തിൽ മൈക്ക് വെച്ച് കെട്ടി വാഹനത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട്, മൈക്ക് കെട്ടിയ ബോക്സിന്റെ മുകളിൽ കയറിക്കൊണ്ട് കേരള ഹൈക്കോടതിയെയും ജഡ്ജിയെയും അതിശക്തമായി വിമർശിക്കുകയും പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ കോടതിയുടെ മുന്നിൽ മൈക്ക് പ്രയോഗം പാടില്ല എന്ന ഒരു നിയന്ത്രണമുള്ളതാണ്. എന്നിട്ട് കൂടി അവിടെ അങ്ങനെ ചെയ്തു. അത് ഈ പറയുന്ന കൂട്ടരാണ്. അവർ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് കേരളത്തിലെ മുസ്ലിം ജനതയെ മൊത്തം ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. വളരെ കുറച്ചു പേര് അക്കാര്യത്തിലുണ്ട്. പക്ഷേ അവർക്കെതിരെ സംസാരിക്കാൻ ഈ ഭൂരിപക്ഷം വരുന്ന ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ മുസ്ലിം ജനതയ്ക്കും മുസ്ലിം സംഘടനകൾക്കും കഴിയുന്നില്ല. അവർ ഈ ന്യൂനപക്ഷമാകുന്ന വളരെ ഒരുപിടി ആകുന്ന കുറെ തീവ്രവാദികളായ കുറെ ചെറുപ്പക്കാരുടെയും ഒരു പ്രത്യേക സംഘടനയുടെ, അതിലൊരു സംഘടന നമുക്ക് കേരളത്തിൽ നിരോധിക്കുകയും രാജ്യത്ത് നിരോധിക്കുകയും അതിലുള്ള പല നേതാക്കന്മാരും ഇപ്പോൾ അകത്ത് കിടക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോഴും ഇത്തരം അജണ്ടയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഈ പോലീസിന് കഴിയുമോ? എന്തായാലും കേരള പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എടുത്തതുപോലെ ആത്മഹത്യാ പ്രേരണയ്ക്ക് റമീസ് എന്ന ചെറുപ്പക്കാരന്റെ പേരിൽ മാത്രം എടുത്താൽ പോരാ, പകരം ആൾക്കൂട്ട വിചാരണ നടത്തിയതുപോലെ ആ വീട്ടിലെല്ലാവരെയും ഇതിന് പ്രേരിപ്പിച്ച പൊന്നാനി പോണം, എന്നാലേ നിന്നെ വിവാഹം കഴിക്കൂ, മതത്തിലേക്ക് മാറണം, ഇസ്ലാം മതത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞ് എന്നാൽ മാത്രമേ നിന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ അവർക്കെതിരായിട്ടെല്ലാം നിർബന്ധിത മതപരിവർത്തനം നിയമം അനുസരിച്ച് തന്നെ അവർക്കെതിരെല്ലാം കേസെടുക്കണം. ക്രിമിനൽ കേസ് തന്നെ എടുക്കേണ്ടതാണ്. അത് നാളെ നമ്മൾ ഇനി കാതോർക്കുന്നത് കേരള മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു പറയും. നമ്പർ 1 കേരളമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടർ ഹാരിസ് ഒരു സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അയാൾക്കെതിരെ പോലും ആണിവെച്ച വാക്കുകൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി ഈ കോതമംഗലം സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് അഭിപ്രായം പറയും നാളെ എന്നാണ് കേരള ജനത കാതോർക്കുന്നത്.